എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുന്നൂർ, പൂനെ. ഇന്ന് ഉത്രാടമാണ്, നാളെ തിരുവോണം. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം തന്നെയാണ്, വലിയൊരു ആഘോഷം തന്നെയാണ് ഓണം. അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞത് കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന്. കാരണം ഏതൊരു പാവപ്പെട്ടവനും ധനികനും ഒക്കെ ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് ഈ ഓണം. ഈ ഓണത്തിൻ്റെ പല ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനെല്ലാം രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതിപ്പം ഏത് കാര്യത്തിനായും ഒരു പൊതുജനങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. എല്ലാവരും ഒരേപോലെ ചിന്തിക്കില്ല. പക്ഷേ ഈ ഓണം നമ്മുടെ സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, സമത്വത്തിൻ്റെ ഒക്കെ നാളുകളാണ്. ഈ ഓണത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മത വ്യവസ്ഥകളൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നൊരു വലിയൊരു ആഘോഷമാണ് ഓണം. ഈ ഓണത്തിന് നമുക്ക് വേണേൽ കഥകൾ പറയുമ്പം പല അനീതിയും അക്രമമൊക്കെ പറഞ്ഞു വരാം. കാരണം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു വലിയൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു, അസുര ചക്രവർത്തി അല്ലേ? അതാണ് മഹാബലി. ആ മഹാബലി വളരെ മനോഹരമായിട്ട്, വളരെ ഐശ്വര്യത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ദേവന്മാർക്ക് തന്നെ അസൂയ വന്നു. കാരണം മഹാബലിയെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ലാതായി. മഹാബലിക്ക് വേണമെങ്കിൽ ദേവലോകം പോലും സ്വന്തമാക്കാം എന്നുള്ള ഒരു അവസ്ഥ വന്നു. ആ അവസ്ഥ വന്നപ്പോഴാണ് സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെ ദേവന്മാർ അഭയം പ്രാപിച്ചു. അങ്ങനെ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക്. അതെങ്ങനെയാണ്? അതിനും ചെറിയ കഥകൾ പറയുന്നുണ്ട്. എത്രമാ സത്യമാണെന്ന് നമുക്കറിയില്ല. അസുര ചക്രവർത്തി ആയിട്ട് കൂടി ഇത്രയും ഗുണസമ്പന്നനായ, ഇത്രയും നന്മയുടെ പര്യായമായ മഹാബലി വളരെ മനോഹരമായിട്ട് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദേവന്മാർക്കിതിൽ അസൂയ തോന്നി. ഇനി ദേവലോകം പോലും മഹാബലി സ്വന്തമാക്കുമോ എന്ന് ഭയന്നിട്ടാണ് അവരിങ്ങനെ ഒരു ദുഷ്പ്രവൃത്തി ചെയ്തത്. ഏതൊരു സങ്കടഘട്ടത്തിലും ദേവന്മാരൊക്കെ അഭയം പ്രാപിക്കുന്നത് മഹാവിഷ്ണുവിനാണ്. അങ്ങനെ മഹാവിഷ്ണു സാക്ഷാൽ വാമനൻ്റെ വേഷം, ചെറിയൊരു ബ്രാഹ്മണ കുമാരൻ്റെ വേഷത്തിൽ ഭൂമിയിലെത്തുകയും ദാനധർമ്മിഷ്ഠനാണ് എന്ന് വളരെ പ്രചാരം നേടിയ ഒരു വ്യക്തിയാണ് മഹാബലി എന്ന് മനസ്സിലാക്കി മഹാബലിയോട് 3 വരങ്ങൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മഹാബലി എന്ത് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ വാമനൻ പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് മാത്രം മതി. 3 വരങ്ങളല്ല, 3 അടി മണ്ണ് എനിക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ അത്രയേ വേണ്ടൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭൂമിയും പാതാളവും ഒക്കെ അളന്നു കഴിഞ്ഞിട്ടും 2ാമത്തെ അടി കഴിഞ്ഞ് 3ാമത്തെ അടിക്ക് സ്ഥലമില്ലാതിരുന്നപ്പോഴാണ് മഹാബലി സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തത്. ആ ശിരസിലേക്ക് വാമനൻ കാലെടുത്ത് വെച്ചു, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അതേസമയത്ത് ഈ പാതാളത്തിലെത്തിയതോടെ അദ്ദേഹത്തിന് മോക്ഷം നൽകി, ഈ ജീവിത സാഫല്യം നൽകി എന്ന് പറയുന്ന കൂട്ടരുണ്ട്. എന്തായാലും അദ്ദേഹത്തെ ഈ ലോകത്ത് നിന്ന് മാറ്റി. അങ്ങനെയാണ് ഉത്സവം ഉണ്ടായതെന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും സമ്പൽ സമൃദ്ധിയുടെ ആ ഒരു ഓർമ്മയ്ക്ക് ആ മഹാബലി നമ്മളെ കാണാനൊക്കെ വരും എന്നുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത്. നാളെയാണ് ഓണം. അതുകൊണ്ട് എല്ലാവരും സമ്പൽ സമൃദ്ധിയോടെ ആകാവുന്ന വിധത്തിലൊക്കെ ഓണം ആഘോഷിക്കണം. ഈ ഓണത്തിൽ എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം.